ഏവർക്കും ഹോപ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുധീഷ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് മാത്സിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാൻ നോക്കിയേ. എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമായാൽ എക്സിൻ്റെ എത്ര ശതമാനമാണ് വൈ? ഇവിടെ ആൻസറിലേക്ക് വരാം. ഒന്നുമില്ല, നോക്കിക്കേ. ഒന്നാമത്തെ സെൻറ്റൻസ് എന്ത് പറഞ്ഞിരിക്കുന്നത്? എക്സ് മൈനസ് വൈയുടെ 60% എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്? എക്സ് മൈനസ് വൈ ഇൻറ്റു 60%. വേണമെങ്കിൽ ബൈ 100 എന്നൊക്കെ ഇടാം. ഞാൻ അതിനൊന്നും ചെയ്യുന്നില്ല. എക്സ് മൈനസ് വൈയുടെ 60%. അതേപോലെ എക്സ് പ്ലസ് വൈയുടെ എത്ര ശതമാനം? 40%. ഇവന്മാർ രണ്ടുപേരും എന്തുവാണെന്നാണ് പറഞ്ഞേക്കുന്നത്? തുല്യം. തുല്യം എന്ന് പറയുമ്പോൾ സമചിഹ്നം കൊടുത്താൽ പോരെ. എക്സ് മൈനസ് വൈയുടെ 60% എക്സ് പ്ലസ് വൈയുടെ 40% തുല്യമെന്ന് കാണിക്കാൻ സമചിഹ്നം കൊടുക്കും. എടാ, ഇവിടെയും ശതമാനമുണ്ട്, സമത്തിനപ്പുറവും ശതമാനമുണ്ട്, നമുക്ക് വെട്ടിക്കളയാം. ഇവിടെ ഒരു 0 ഉണ്ട്, ഇപ്പുറത്തും ഒരു 0 ഉണ്ട്, വെട്ടിക്കളയാം. ഇവിടെ ഒരു 6, അപ്പുറത്തൊരു 4, ചെറുതാക്കി എഴുതിക്കൂടെ? 6ന്റെ പകുതി 3, 4ന്റെ പകുതി 2. ഇനി ഇവനെ അകത്തോട്ട് കയറ്റി ഒന്ന് ഗുണിച്ചാൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. അവിടെ നോക്കാം, ഒന്ന് ഗുണിച്ച് നോക്കാം. 3നെ അകത്തോട്ടേക്ക് ഗുണിക്കുക. 3 ഇൻറ്റു എക്സ് 3x, 3 ഇൻറ്റു വൈ 3y സമം 2നെ അകത്തോട്ടേക്ക് ഗുണിക്കുക. 2 ഇൻറ്റു എക്സ് 2x, 2 ഇൻറ്റു വൈ 2y. എക്സ് എല്ലാം ഒരിടത്ത് കൊണ്ടുവരുന്നു, വൈ എല്ലാം ഒരിടത്ത് കൊണ്ടുവരുന്നു. ഈ പ്ലസ് 2xനെ ഇപ്പുറം കൊണ്ടുവരുന്ന എന്താവും? മൈനസ് ആവത്തില്ലേ? അപ്പൊ 3x മൈനസ് 2x. ഇപ്പുറത്തുള്ളത് 2y അല്ലേ? ഈ മൈനസ് 3y അപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് 3y ആയില്ലേ? കുറയ്ക്കുന്നു. 3xൽ നിന്ന് 2x കുറയ്ക്കുമ്പം 1x. 2y കൂടെ 3y കൂട്ടി 5y. 1x സമം എത്ര എന്ന് കിട്ടി? 5y എന്ന് കിട്ടി. അവിടെ നമ്മൾ റേഷ്യോ ഒന്ന് എഴുതുക. എക്സ് ഈസ്റ്റു വൈ തമ്മിലുള്ള അംശബന്ധമാണ് ചോദിക്കുന്നതെങ്കിൽ എക്സ് ഈസ്റ്റു വൈ എന്ന് ചോദിച്ചാൽ ഇടാ ഒന്നുമില്ല. 1x സമം 5y എന്നല്ലേ കിടക്കുന്നത്. സമം ഇട്ട് എത്ര എണ്ണം തന്നാലും എന്തിനെയാണോ വേണ്ടുന്നത് അവനെ അങ്ങ് മറച്ചു പിടിച്ചാൽ മതി. എടാ, എക്സിന്റെ വില വേണമെങ്കിൽ എക്സിനെ അങ്ങ് മറച്ചു പിടിക്കുക. എക്സിനെ മറച്ചു പിടിച്ചാൽ ബാക്കിയുള്ള നമ്പർ ഏതാ? 5 അല്ലേ? അപ്പൊ എക്സിന്റെ വില 5 ആയിരിക്കും. വൈയുടെ വേണമെങ്കിൽ വൈയെ അങ്ങ് മറച്ചു പിടിക്കുക. വൈയുടെ വില വൈയെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 അല്ലേ? അപ്പൊ എക്സ് ഈസ്റ്റു വൈ, എക്സിന്റെ വില 5 എന്നും വൈയുടെ വില 1 എന്നും കിട്ടി. എടാ, ഒന്നുകൂടെ എന്തു പറഞ്ഞേ? എക്സ് മൈനസ് വൈയുടെ എത്ര ശതമാനം? അപ്പൊ എക്സ് മൈനസ് വൈ ഇൻറ്റു 60. എക്സ് പ്ലസ് വൈയുടെ എത്ര ശതമാനം? എക്സ് പ്ലസ് വൈ ഇൻറ്റു 40. ശതമാനവും കളഞ്ഞു, 0 കളഞ്ഞു. 6ഉം 4ഉം ചെറുതാക്കി 3ഉം 2ഉം. ഇവനെ അകത്തോട്ട് കയറ്റി, ഇവനെയും അകത്തോട്ട് കയറ്റി. ഗുണിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. 1x സമം 5y എന്ന് കിട്ടി. ഇനി അവിടെ നിന്ന് റേഷ്യോ എഴുതണമെങ്കിൽ എക്സിന്റെയും വൈയുടെയും വില വേണമെങ്കിൽ എക്സിന്റെ വില വേണമെങ്കിൽ എക്സിനെ അങ്ങ് മറച്ചു പിടിക്കുക. എക്സിനെ മറച്ചാൽ 5 അല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് എക്സിന്റെ വില 5. വൈയുടെ വേണമെങ്കിൽ വൈയെ അങ്ങ് മറച്ചു പിടിക്കുക. വൈ മറച്ചു പിടിച്ചാൽ ബാക്കി 1 അല്ലേ കിടക്കുന്നത്, വൈയുടെ വില 1. റേഷ്യോ എന്ന് പറയുന്നത് എക്സും വൈയും തമ്മിലുള്ള അംശബന്ധം 5:1. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല. ക്വസ്റ്റിലേക്ക് വരണം. എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? ഇവിടെ ചോദ്യം വന്നാൽ ഇന്ത്യയുടെ കൂടെ വരുന്നവനെ താഴെ, മറ്റവനെ മേളിൽ, ശതമാനമാക്കാൻ ഇൻറ്റു 100. ഇന്ത്യയുടെ കൂടെ വന്നിരിക്കുന്ന ഏതാ? എക്സ് അല്ലേ? അവിടുത്തെ ഒരു കീവേഡ് ഇന്ത്യ അല്ലെങ്കിൽ ഉഡേ. ഇംഗ്ലീഷിലാണെങ്കിൽ ഓഫ് എന്ന് കാണും. എക്സിന്റെ എത്ര ശതമാനമാണ് വൈ? അപ്പൊ ഇന്ത്യയുടെ കൂടെ വരുന്ന എക്സിനെ നമ്മൾ താഴെ എഴുതി, വൈയെ നമ്മൾ മേളിൽ കൊടുക്കുന്നു, ശതമാനമാക്കാൻ ഇൻറ്റു 100 ഇടുന്നു. ഇന്ത്യയുടെ കൂടെ വരുന്ന എക്സ് ആണ്, അതിനെ താഴെ, മറ്റവനെ മേളിൽ, വൈ ശതമാനമാക്കാൻ ഇൻറ്റു 100. ഇവിടെ നോക്കിക്കേ, എക്സിന്റെ വില 5 അല്ലേ? അപ്പൊ 5 താഴെ. വൈയുടെ വില 1 അല്ലേ? 1 മേളിൽ, ശതമാനമാക്കാൻ ഇൻറ്റു 100. കട്ട് ചെയ്ത് വെച്ചാൽ പോരെ. എടാ, 100ഉം 5ഉം 100നകത്ത് 5 20 പ്രാവശ്യം. 1 ഇൻറ്റു 20. ആൻസർ എത്ര ശതമാനം? 20%. എക്സിന്റെ 20% ആര് വരുന്നത്? വൈ. ഇന്ത്യയുടെ കൂടെ വരുന്നവനെ താഴെ, മറ്റവനെ മേളിൽ, ശതമാനമാക്കാൻ ഇൻറ്റു 100. ഇന്ത്യയുടെ കൂടെ വരുന്നവനെ താഴെ, മറ്റവനെ മേളിൽ, ശതമാനമാക്കാൻ ഇൻറ്റു 100. എക്സിന്റെ വില 5 ഉണ്ടായിരുന്നു, വൈയുടെ വില 1 ഉണ്ടായിരുന്നു, ശതമാനമാക്കാൻ ഇൻറ്റു 100 കൊടുത്തു. കട്ട് ചെയ്ത് വെച്ചപ്പം ആൻസർ 20%. ഒന്നാമത്തെ ആൻസർ 20%. നമ്മുടെ രണ്ടാമത് ചോദ്യം നോക്കിക്കേ. ഒരാള് 2000 രൂപയ്ക്ക് ഒരു സൈക്കിൾ വാങ്ങി. 250 രൂപ കൂടി അറ്റകുറ്റപ്പണികൾക്ക് ചെലവായി. എന്നിട്ട് അവൻ ആ സൈക്കിള് 10% നഷ്ടത്തിന് വിറ്റു. എങ്കിൽ വിറ്റ വില എത്ര എന്നാണ് ചോദ്യം. ആൻസറിലേക്ക് വരാം. എന്തോ പറഞ്ഞേക്കുന്നേ? 2000 രൂപയ്ക്കാണ് ഒരു സൈക്കിൾ വാങ്ങി. പക്ഷെ അവൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയുടെ ചിലവായി? 250 രൂപയുടെ ചിലവായി. അപ്പൊ ആകെ അവൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് എത്ര രൂപയാണ്? 2000ന്റെ കൂടെ എത്ര കൂടെ ചേർക്കണം? 250 ചേർത്തു. എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് ചിലവായത് 2250 അല്ലേ?
അപ്പോൾ ആകെ ചിലവായ തുക എത്രയാ? 2250. കാരണം 2000-ന് സൈക്കിൾ വാങ്ങി 250 രൂപയുടെ ചിലവാക്കിയാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് 2250. അവൻ വാങ്ങിയ മൊത്തത്തിലുള്ള വിലയായിട്ട് എടുക്കേണ്ടത് 2250. അതിനകത്ത് എന്ത് ചെയ്തു? 10% നഷ്ടത്തിനാണ് അവൻ വിറ്റത്. ശതമാനം നമ്മൾ പറയുന്നത് 100-ലല്ലേ? 100-നകത്ത് എത്ര കുറച്ച് വിറ്റു? 10 നഷ്ടത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ 10 കുറയണ്ടേ? 100-ൽ നിന്ന് 10 കുറച്ചാൽ അപ്പൊ എത്രനായിരിക്കും വിറ്റ്? 90%-നല്ലേ വിറ്റ്? എന്തിന്റെ? 2250-ന്റെ എത്ര ശതമാനം കണ്ടുപിടിച്ചാൽ മതി? 90. എന്താ 90 എടുക്കാനുള്ള കാരണം? 100 ഉള്ളതിനകത്ത് 10 കുറച്ചാ വിറ്റേ. 100-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ നഷ്ടത്തിനാ വിറ്റേ. 100-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോൾ 90. അപ്പൊ 2250-ന്റെ 90% അതല്ലേ വിൽക്കുന്ന വില. 100 വിൽക്കേണ്ടടുത്ത് 10 കുറച്ചാ വിറ്റേ എന്ന് പറയുമ്പം 90. ഇനി കട്ട് ചെയ്ത് വെച്ചാൽ പോരെ? ഈ ഒരു 0-ഉം ഒരു 0-ഉം കളഞ്ഞു, ഈ ഒരു 0-ഉം ഒരു 0-ഉം കളഞ്ഞു. 220-നെ 9 കൊണ്ട് ഗുണിച്ചാൽ പോരെ? ഗുണിച്ച് പറ. 9×5 45. 2 × 9 18 4 22. ശിഷ്ടം 2 ഉണ്ട്. 2 9 18 2 20. എത്രന്ന് കിട്ടി? 2025 രൂപ. അവൻ ആ സൈക്കിൾ വിറ്റത് എത്ര രൂപയ്ക്കാ? 2025. അവൻ വാങ്ങിച്ചത് 2000-നാണ്. 250 രൂപയുടെ കൂടെ അവൻ്റെ കയ്യിൽ നിന്ന് ചെലവായി. അപ്പൊ 2250. 10% നഷ്ടം വന്നു. 100-ൽ നിന്ന് 10 കുറച്ച് 90. അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. ആൻസർ 2025. നമ്മുടെ മൂന്നാം ചോദ്യം നോക്കിയേ. 7n - 7n - 1 സമം 2058 ആണെങ്കിൽ എന്നിന്റെ മൂല്യം, എന്നിന്റെ വില കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഇത് പ്രോപ്പർ മെത്തേഡ് നമുക്ക് പിന്നെ പറഞ്ഞു തരാം. അതിന്റെ ഷോർട്ട് കട്ട് ആദ്യമേ ഒന്ന് നോക്കാം. ശ്രദ്ധിക്കണേ. ഇത്തരം ചോദ്യം വന്നാൽ എന്നിന്റെ വിലയൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓപ്ഷനിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ രീതി മതി. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. 2 അല്ലേ? എന്നിന്റെ വിലയാണ് വേണ്ടുന്നത്. n വരുന്നിടത്ത് നിങ്ങൾ 2 കൊടുത്ത് നോക്കുന്നു. ഈ ഇക്വേഷൻ എന്നിന്റെ സ്ഥാനത്തോട് 2 കൊടുത്ത് നോക്കുന്നു. അപ്പൊ എത്ര കിട്ടുമെന്ന് നോക്കിയാൽ മതി. 2058 കിട്ടുമെന്ന് നോക്കുന്നു. കൊടുത്തു നോക്കാം. 7 എന്നിന്റെ വില 2 ആണ്. 7² n വരുന്നിടത്തോട് 2 കൊടുത്തു. മൈനസ് 7 2-ൽ നിന്ന് 1 കുറയ്ക്കുന്നു. 2-ൽ നിന്ന് 1 കുറച്ചാൽ 1 അല്ലേ? n വരുന്നിടത്തോട്ട് 2 കൊടുത്തു. 2-ൽ നിന്ന് 1 കുറച്ചപ്പോൾ 1. 7-ന്റെ സ്ക്വയർ 49 ആയിരുന്നു. 7/1 എന്ന് പറഞ്ഞാൽ 7. 49-ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ ഇവനാണോ കിട്ടുന്നത്? ഇവനെ കിട്ടണ്ടേ? ഇവൻ ചെയ്യുമ്പോൾ ഇവനെ കിട്ടണം. 49-ൽ നിന്ന് 7 കുറച്ചാൽ 2057 കിട്ടുമോ? അപ്പോൾ ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ കളഞ്ഞു. അടുത്ത ഓപ്ഷനിലേക്ക് വരുമോ? ബിയിലേക്ക് വരും. ഓപ്ഷൻ ബി എത്ര കിടക്കുന്നത്? 4. n വരുന്നിടത്ത് നിങ്ങൾ എത്ര കൊടുക്കുന്നു? 4 കൊടുക്കുന്നു. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ എന്നിന്റെ സ്ഥാനത്തോട്ട് 4 കൊടുക്കുക. 7/4 എന്നിന്റെ സ്ഥാനത്തോട്ട് 4 മൈനസ് 7/4-ൽ നിന്ന് 1 കുറയ്ക്കണം. 4-ൽ നിന്ന് 1 കുറച്ചാൽ 3 ആണ്. 7-നെ എത്ര പ്രാവശ്യം ഗുണിക്കാനാ? 4 പ്രാവശ്യം ഗുണിക്കാൻ. അറിയത്തില്ലെങ്കിൽ സൈഡിലോട്ട് മാറ്റി നിങ്ങൾ ഗുണിച്ചു നോക്കുക. 7 × 7 × 7 × 7. 7-നെ 4 പ്രാവശ്യം ഗുണിക്കുക. 7 × 7 49. 49 × 7 343. അവനെയും 7 കൊണ്ട് ഗുണിക്കുന്നു. 2401 കിട്ടും. 7 4 പ്രാവശ്യം വരുമ്പോൾ എത്ര വരുന്നത്? 2401. അപ്പോൾ എടുത്തെഴുതി 2401 മൈനസ് 7-ന്റെ ക്യൂബ് 7 × 7 × 7. ക്യൂബും സ്ക്വയറും പഠിക്കണേ. ഇപ്പൊ കഴിഞ്ഞ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിനും ചോദ്യം വന്നായിരുന്നു. എല്ലാ എക്സാമിനും ഒരു ചോദ്യം വരുന്നത് ക്യൂബിൽ നിന്നും സ്ക്വയറിൽ നിന്നും. നിങ്ങൾ അത് കൃത്യമായിട്ട് നോക്കിക്കോണം. ഇവിടെ 7-ന്റെ ക്യൂബ് 343. 2401-ൽ നിന്ന് എത്ര കുറയ്ക്കാൻ? 343 കുറയ്ക്കാൻ. കുറയ്ക്കുമ്പോൾ ഇത് കിട്ടുമെന്ന് നമ്മൾ നോക്കണ്ടേ? ഒന്ന് കുറച്ച് നോക്കാം. 2401 മൈനസ് 343. ഇപ്പുറത്ത് നിന്ന് എടുത്തു. ഇവിടെ 10 ഈ 10-ൽ നിന്ന് ഇവിടെ 11 ഇവിടെ 9. 11-ൽ നിന്ന് 3 കുറച്ചാൽ 8 അല്ലേ? ബാക്കി ഇനി ഇവിടെ 9 ഉള്ളൂ. 9-ൽ നിന്ന് 4 പൊക്കാണെങ്കിൽ 5 അല്ലേ? ബാക്കി ഇനി ഇവിടെ 3 ഉള്ളൂ. 3-ൽ നിന്ന് 3 കുറയാൽ 0 അല്ലേ? ബാക്കി ഇനി ഇവിടെ 2 ഉണ്ട്. ആൻസർ 2058. അത് തന്നെയല്ലേ കിട്ടണ്ടേ? കുറയ്ക്കുമ്പോൾ അത് തന്നെ കിട്ടി. ഏത് ഓപ്ഷൻ കൊടുത്തപ്പം? ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി 4. എന്നിന്റെ വില എന്ന് പറയുന്നത് 4 ആണ്. ഇതിന്റെ പ്രോപ്പർ രീതി വേണമെങ്കിൽ ബോർഡിലോട്ട് നോക്ക്, ഇങ്ങോട്ടൊന്ന് നോക്ക്, ശ്രദ്ധിക്കുക. ഞാൻ റൂൾ ഒന്നുകൂടെ എഴുതുക. 7/n മൈനസ് 7/n - 1 സമം 2058. ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാ. കൃത്യങ്ങ നിയമം a/m × a/n വെച്ചൊന്ന് അറേഞ്ച് ചെയ്യാൻ പോവാ. നോക്കിക്കേ, എന്തുവായിരുന്നു? a/m × a/n എന്ന് പറഞ്ഞാൽ a/m+n എന്നല്ലേ? അപ്പൊ ഇതിനെ അതേ രീതിയിൽ ഞാനൊന്ന് അറേഞ്ച് ചെയ്യാൻ പോകും. നോക്കിക്കാണേ, 7/n അതേപോലെ തന്നെ എഴുതി, മൈനസ് അതേപോലെ തന്നെ ഇട്ടു. ഇതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തു. 7/n × 7/-1 a/m × a/n. പവർ തമ്മിൽ കൂട്ടുമ്പോൾ n - 1 അതേപോലെ തന്നെ വരും.
ഇവിടെ 7ന്റെ മേളിൽ n ഉണ്ട്, 7ന്റെ മേളിൽ -1 ഉണ്ട്, അതാണ് എഴുതിയേക്കുന്നത്. 7ന്റെ മേളിൽ n ഉണ്ട്, 7ന്റെ മേളിൽ -1 ഉണ്ട്, സമം 2058. ബാക്കി സ്റ്റെപ്പ് എനിക്ക് കേൾക്കണ്ടേ. എടാ ഈ മൈനസിന് അപ്പുറം ഇപ്പുറം 7/n ഇല്ലേ, അവനെ അങ്ങ് കോമൺ എടുക്കോ. 7/n കോമൺ എടുത്തു കഴിഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യയിലൂടെ ഹരിച്ചാൽ 1 ആണ്. കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ ഹരിക്കണം. ഈ ടേമിനെ ഈ ടേം കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. ചിഹ്നം മൈനസ്. ഇതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ 1 തന്നെയാണ്, പക്ഷെ അതിന്റെ കൂടെ എന്തോടെ കിടപ്പുണ്ട്, 7/-1 കൂടെ കിടപ്പുണ്ട്, അതുകൊണ്ട് അത് എഴുതി. ഇതിൽ നിന്ന് ഇത് പോക്കഴിഞ്ഞാൽ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ 1, ഇതിനെ ഇതുകൊണ്ട് ഹരിക്കുമ്പോൾ 1 ഉണ്ട്, 1ന്റെ കൂടെ 7/1 ഉണ്ടായിട്ട് അത് മാത്രം എഴുതി. 7/1 സമം 2058. ബാക്കി സ്റ്റെപ്പ് എനിക്ക് കേൾക്കണ്ടേ. നോക്കണേ, 7/n അതേപോലെ തന്നെ എഴുതി. ഈ 1 മൈനസ് അതേപോലെ ഇട്ടു. ഏതൊരു സംഖ്യയുടെയും പവറിനകത്തെ മൈനസ് മാറ്റാൻ 1/, എടുത്താൽ പോരെ. റൂൾ ഏതാ, a⁻m എന്ന് പറയുമ്പോൾ 1/a⁻m. പവറിലെ മൈനസിനെ മാറ്റാൻ 1/, എടുത്താൽ മതി. പവറിൽ വരുന്ന മൈനസ് കളയാൻ 1/, എടുത്താൽ മതി. പറ, 7/-1 മൈനസ് മാറ്റാൻ 1/. 7/1 എന്ന് പറയുമ്പോൾ 7 തന്നെ. ഈ മേളത്തെ മൈനസിനെ കളയാനാണ് നമ്മൾ 1/, എന്ന് എടുത്തത്. സമം 2058. എടാ ബാക്കി സ്റ്റെപ്പ് എനിക്ക് കേൾക്കണ്ടേ. ഇവനെ അതേപോലെ തന്നെ എഴുതി. 7/1 അതേപോലെ തന്നെ എഴുതി. ഈ ഭിന്നസംഖ്യ ആയില്ലേ, കുറച്ചാ പോരെ, ക്രോസ് ചെയ്താൽ പോരെ. 1 × 7 സ്റ്റെപ്പ് എഴുതാം. 1 × 7 7 -1 മേളത്തെ 1 കുറച്ചു, താഴത്തെ 7 അതേപോലെ തന്നെ, സമം 2058. ബാക്കി സ്റ്റെപ്പ് എനിക്ക് കേൾക്കണ്ടേ. ഇതിനെ ക്രോസ് ചെയ്തപ്പോൾ 1 × 7 7 ൽ 1 കുറയ്ക്കുന്നു /7. പറ ബാക്കി സ്റ്റെപ്പ് പറ. 7/n കുറച്ചെഴുതി 6/7 സമം 2058. 2058. ഈ താഴത്തെ 7നെ നമുക്ക് മേളിലും ആക്കാം, മേളത്തെ 6നെ നമുക്ക് താഴെ ആക്കാം. താഴത്തെ 7 മേളിലും വന്നു, മേളത്തെ 6 താഴെയും വന്നു. പറ ഇങ്ങോട്ട് എഴുതുവാണേ. 7/n 7/n സമം 2058 × 7/6. ഇവനെ 6 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കി. 2058നെ 6 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുമോ നോക്കി. നോക്ക്, കട്ട് ചെയ്ത് നോക്ക്. 20-നകത്ത് 6 3 പ്രാവശ്യമാണ്. ബാക്കി 3 6 18, ബാക്കി 20 അല്ലേ, 25 ആയി. 25-നകത്ത് 4 പ്രാവശ്യമാണ്. ബാക്കി 1 18-നകത്ത് 3 പ്രാവശ്യമല്ലേ. 343 × 7 എന്ന് കിട്ടി. 343 × 7 എന്ന് കിട്ടി. ഇനി ഒന്നുകൂടെ അറേഞ്ച് ചെയ്തു. 7/n സമം ഇത് ഗുണിക്കുമ്പം 2401. അല്ലെങ്കിൽ 7ന്റെ ക്യൂബ് നിങ്ങൾക്ക് അറിയാം, 3 പ്രാവശ്യം അല്ലേ, പിന്നെ ഒരു 7 കൂടെ 4 പ്രാവശ്യം അല്ലേ. അല്ലെങ്കിൽ ഗുണിച്ചിട്ട് ഘടകങ്ങളാക്കാം. 343ന്റെ പ്രത്യേകത 7ന്റെ ക്യൂബാണ്. 7 3 പ്രാവശ്യമാണ്, പിന്നെ ഒരു 7 കൂടെ കിടപ്പല്ലേ. അപ്പൊ 7 എത്ര പ്രാവശ്യം വന്നു, 4 പ്രാവശ്യം എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇവന്മാർ തമ്മിൽ ഗുണിച്ചിട്ട് ഹരിച്ചാൽ മതി. ഇവിടെ നോക്കി, ഇവിടെയും 7 ആക്കി, ഇവിടെയും 7 ആക്കി. എന്നിന്റെ വില പവർ എടുത്താൽ പോരെ. എന്നിന്റെ വില എന്ന് പറയുന്നത് n സമം 4. എടാ ഇതിനൊന്നും നിൽക്കേണ്ട, ഇത്രയും സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട. ഈ ലോജിക്ക് നിങ്ങൾ അങ്ങ് നോക്കിയാൽ മതി. ഓരോ ഓപ്ഷനും നിങ്ങൾ കൊടുത്തു നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ 2 കൊടുത്തപ്പോൾ കിട്ടുന്നില്ല. അടുത്ത ഓപ്ഷൻ 4 കൊടുത്തു, n വരുന്നിടത്തല്ല 4 കൊടുത്തു. 7/4 7³ 7/4 എന്ന് പറഞ്ഞാൽ 2404. 7ന്റെ ക്യൂബ് 343. കുറച്ച് എഴുതിയപ്പോൾ നമുക്ക് അത് തന്നെ കിട്ടി. അതേ നമ്പർ തന്നെ കിട്ടണ്ടേ, അത് തന്നെ കിട്ടി. 4 കൊടുത്തപ്പോൾ അത് പറ്റുന്നില്ലെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോയേനെ. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ നോക്കിക്കേ. 4 9 8 18 12 27 16 36 എക്സെട്ര ആ തന്നിരിക്കുന്ന ശ്രേണിയിൽ എന്ന ക്രമത്തിൽ വരുന്നതിനകത്ത് 25ാം പദം എത്ര എന്നാ ചോദ്യം. ആൻസറിലേക്ക് നമുക്ക് വരാം. എടാ ഈ ഒരു ടൈപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ ഒത്തിരി നമ്പർ തരുമ്പോൾ നിങ്ങൾ ആ ഒന്നിലോട്ടുള്ളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ഒന്നിലുള്ള ശ്രേണി നോക്കാം. 4 8 അടുത്ത 12 അടുത്ത 16 ആണോ. ആ ശ്രേണി ഞാനൊന്ന് എഴുതുക. 4 8 12 16 അങ്ങനെ ഒരു ശ്രേണി അവിടെ കിടപ്പുണ്ട്. അത് കൂടാതെ മറ്റൊരെണ്ണം നോക്കിക്കേ. 9 18 27 36 രണ്ടാമതൊരു ശ്രേണിയുണ്ട്. 9 18 27 36 എക്സെട്ര. എടാ നമുക്ക് ഇതിനകത്ത് 2 ശ്രേണികളില്ലേ. ഒന്നാം ശ്രേണി 4 8 12 16, അടുത്ത ശ്രേണി 9 18 27 36. ഇത് രണ്ടും സമാന്തര ശ്രേണി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് നമുക്ക് വേണ്ടുന്നത്? 25ാമത്തെ പദമാണ് വേണ്ടുന്നത്. 25ാമത്തെ പദം വേണമെങ്കിൽ ഇതിനകത്തും 12 എണ്ണം വരണം, ഇതിനകത്തും 12 എണ്ണം വരണം. ആ 12ഉം 12 ചേർന്നാണ് 24 എണ്ണമായി. ഇതിനകത്ത് ആദ്യത്തെ ശ്രേണിക്കകത്ത് 12 പദങ്ങൾ വരണം, അടുത്ത ശ്രേണിക്കകത്തും 12 പദങ്ങൾ വരണം. 12 12 24. അപ്പൊ 25ാമത്തെ പദം വരുമ്പം ഇതിന്റെ തൊട്ടടുത്ത ടൈം അല്ലേ.
12 12 24 ഇതിന്റെ തൊട്ടടുത്ത 25ാമത്തെ ടൈം ഈ ശ്രേണിയിലെ തൊട്ടടുത്ത ടൈം അല്ലേ വരണ്ടേ എന്ന് പറയുമ്പോൾ ഈ തന്നിരിക്കുന്ന ആദ്യത്തെ ശ്രേണിയിലെ എത്രാമത്തെ പദം കണ്ടുപിടിച്ചാൽ മതി? 12 ഒന്നുകൂടെ ചേർത്ത് 13ാമത്തെ ടൈം കണ്ടുപിടിച്ചാൽ പോരെ? എടാ ഒന്നുകൂടെ, ഇവിടെ 2 ശ്രേണികളാ. ഒന്നാമത്തെ ശ്രേണി 4 8 12 16, രണ്ടാമത്തെ ശ്രേണി 9 18 27 36, രണ്ടും AP തന്നെയാണ്, സമാന്തര ശ്രേണി തന്നെയാണ്. നമുക്ക് ഈ തന്നിട്ടുള്ള മൊത്തത്തിലുള്ള ശ്രേണിയാണ് നോക്കണ്ടേ. അതിനകത്തെ എത്രാമത്തെ പദം? 25ാമത്തെ പദം. എടാ 25 എണ്ണം കിട്ടണമെങ്കിൽ ഇതിനകത്തും 12 എണ്ണം വരണം, ഇതിനകത്തും 12 എണ്ണം വരണം. 12ഉം 12ഉം എത്ര എണ്ണേ ആയിട്ടുള്ളൂ? 24 എണ്ണേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത ടൈം അല്ലേ 25ാമത്തെ. 25ാമത്തെ വരുമ്പോൾ ഇതിനകത്തെ അല്ലേ വരുന്നേ ഒരെണ്ണോടെ. അപ്പൊ ഈ 12 ഒന്നുകൂടെ ചേർത്ത് 13. ഈ ശ്രേണിയിലെ, ഈ തന്നിരിക്കുന്ന ശ്രേണിയിലെ എത്രാമത്തെ കണ്ടുപിടിച്ചാൽ മതി? 13ാമത്തെ കിട്ടുമ്പം ഈ മൊത്തത്തിലുള്ള ശ്രേണിയിലെ 25ാമത്തെ ആവും. കാരണം ഇതിനകത്തും 12, ഇതിനകത്തും 12, 12ഉം 12 24. 25ാമത്തെ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ, ഇവിടുത്തെ ഒരെണ്ണോടെ. 26ാമത്തെ ആണെങ്കിൽ ഇവിടുത്തെ എടുത്തേന്, 27ാമത്തെ ആണെങ്കിൽ വീണ്ടും ഇവിടുത്തെ എടുത്തേന്, 28ാമത്തെ ആണെങ്കിൽ ഇവിടുത്തെ എടുത്തേന്. ക്ലിയർ ആയോ? 12 12 24 1 25. ഇവിടെ 12ഉം ഒന്നുകൂടെ ചേർത്ത് എത്രാമത്തെ പദം? 13ാമത്തെ ടൈം. AP-യുടെ 13ാം പദം കണ്ടുപിടിക്കാൻ, ഒരു സമാന്തര ശ്രേണിയുടെ 13ാം പദം കണ്ടുപിടിക്കാൻ A + 12D ചെയ്താൽ പോരെ? ഈ ശ്രേണിയിലെയാണ് നമുക്ക് വേണ്ടുന്നത് എത്രാമത്തെ? 13ാമത്തെ. അത് കിട്ടുമ്പം മൊത്തത്തിലുള്ളതിന്റെ എത്രാമത്തെ ആവും? 25ാമത്തെ ആവും. ചിന്തിച്ച് നോക്ക്. ആദ്യ പദം 4 ആണ്. 4 + 12 ഗുണം D പൊതുവ്യത്യാസം 4 വീതം തന്നെ അല്ലേ കൂട്ടിപ്പോന്നേ. അപ്പൊ 12 × 4 തന്നെ. 4 + 12 ഗുണം 4 48 അല്ലേ? 48 4 കൂട്ടാൻ, 48 4 ചേർത്തു 52. ക്വസ്റ്റ്യന്റെ ആൻസർ 52. ഈ ശ്രേണിയിൽ 25ാമത്തെ പദം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 52. ആൻസർ 52. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു പെൺകുട്ടി 25 മീറ്റർ/സെക്കൻഡ് വേഗതയിൽ 6 മണിക്കൂർ തന്റെ കാർ ഓട്ടിക്കുന്നു എങ്കിൽ അവൾ സഞ്ചരിച്ച ദൂരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. എടാ ദൂരം, ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തുവാ? സ്പീഡ് ഇൻറ്റു ടൈം. ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻ സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് നമുക്ക് തന്നു, വേഗത എത്ര എന്നാ പറഞ്ഞേക്കുന്നത്? 25 മീറ്റർ/സെക്കൻഡ്. ടൈം നമുക്ക് തന്നു, എത്ര മണിക്കൂർ എന്നാ പറഞ്ഞേക്കുന്നത്? 6 മണിക്കൂർ. ഉള്ള യൂണിറ്റും വിലയും അതിനകത്തോട് കൊടുത്തതേ ഉള്ളൂ. സ്പീഡിന്റെ സ്ഥാനത്ത് 25 മീറ്റർ/സെക്കൻഡ്, ടൈമിന്റെ സ്ഥാനത്ത് 6 മണിക്കൂർ. ഇവിടെ മീറ്റർ/സെക്കൻഡിലാണ്, ഇവിടെ മണിക്കൂറിലാണ്. ഓപ്ഷൻ നോക്കുമ്പോൾ കിലോമീറ്ററിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ മീറ്റർ/സെക്കൻഡിനെ നമുക്കറിയാം, മീറ്റർ/സെക്കൻഡിനെ എന്താക്കാം? km/h ആക്കാം. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ എന്ത് ചെയ്യണം നമുക്കറിയാം? 18/5 കൊണ്ട് ഗുണിക്കണം. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ എത്ര കൊണ്ട് ഗുണിക്കണം? 18/5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഇവനെ, ഈ 25നെ എത്ര കൊണ്ട് ഗുണിച്ചു? 18/5 കൊണ്ട് ഗുണിച്ചു. ഈ മീറ്റർ/സെക്കൻഡ് മാറി എന്തായി? യൂണിറ്റ് എന്തായി? km/h ആക്കി. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5 കൊണ്ട് ഇൻറ്റു എത്ര മണിക്കൂറാ? 6 മണിക്കൂർ. ഇവിടെ നോക്കിയേ, ഇവിടെ മണിക്കൂറാക്കി, ഇവിടെ മണിക്കൂറാക്കി. യൂണിറ്റ് സെയിം ആക്കണം, എന്നിട്ടേ കട്ടിയൊക്കെ ചെയ്യാവുള്ളൂ. യൂണിറ്റ് തുല്യമാക്കുക, എന്നിട്ട് കട്ട് ചെയ്യുക. മീറ്റർ/സെക്കൻഡിനെ km/h ആക്കാൻ 18/5. ഇനി ഗുണിച്ച് വെച്ചാൽ പോരെ? 25ഉം 5ഉം. 25നെ 5 കൊണ്ട് ഹരിക്കാൻ, 25നകത്ത് 5 5 പ്രാവശ്യം ഗുണിച്ചാൽ പോരെ? 18 × 5 ചെയ്യാൻ, 18 5 90, 90 × 6 ചെയ്യാൻ 540. ദൂരമായതുകൊണ്ട് കിലോമീറ്റർ. ഈ അവറും കട്ട് ചെയ്യും. ആൻസർ 540 കിലോമീറ്റർ. നമ്മൾ അടുത്ത ചോദ്യം ഗ്രൂപ്പിൽ പെടാത്തത് അല്ലെങ്കിൽ ഒറ്റയാനെ കണ്ടെത്താനാണ്. നമുക്ക് 4 ഫിഗേഴ്സിന്റെ പ്രത്യേകം പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തത് ക്യൂബ്, രണ്ടാമത്തെ ക്യൂബോയിഡ്, നാലാമത്തെ ചതുരാകൃതിയിലുള്ള പിരമിഡ്, അഞ്ചാമത്തെ ചതുരാകൃതിയിലുള്ള പ്രിസം. നമുക്ക് അതിന്റെ ഫിഗറിൽ നിന്ന് കണക്ട് ചെയ്യാം. നിങ്ങൾ തന്നെ എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ശ്രദ്ധിക്കണേ. ആദ്യമേ പറഞ്ഞേക്കുന്നത് ക്യൂബ്. ക്യൂബിന്റെ പ്രത്യേകം നമ്മൾ ഏണിയും കളിക്കത്തില്ലേ, ആ സംഭവം നോക്കാം. ഞാനൊന്ന് റഫായിട്ടൊന്ന് വരച്ചു തരാം, നിങ്ങൾക്ക് ശ്രദ്ധിക്കണേ. അതുകൊണ്ട് ഈ കാണുന്നത്, ഈ ഫിഗറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ക്യൂബ്. ഇതിന്റെ സൈഡും വശങ്ങളും എല്ലാം എല്ലാം തുല്യമായിരിക്കും. എല്ലാ വശങ്ങളും തുല്യം. താഴ്ഭാഗവും മേൽഭാഗവും ഒക്കെ ഒരേപോലെ അല്ലേ? ഇവിടെയും സമചതുരം, ഇവിടെയും സമചതുരം ആണോ? അതേപോലെ ക്യൂബോയിഡ് നോക്കിക്കോണേ, ഫിഗർ നോക്കിക്കോണേ. ക്യൂബോയിഡ് നീളവും വീതിയൊക്കെ കാണും. ഇതേ ഫിഗർ തന്നെ ഇച്ചിരി നീളവും വീതിയൊക്കെ ഉള്ളത്. അതെ, നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇവന്റെ താഴെയും ചതുരമാണ്, ഇവന്റെ മേളിലും ചതുരമാണ്. ചതുരം വരാം, ചതുരം എന്ത് വേണമെങ്കിലും വരാം. മേളിലും താഴെയും ഒരേപോലെയാണ്. അടുത്ത ഇനി ചതുരാകൃതിയിലുള്ള പിരമിഡാണ്. ചതുരാകൃതിയിലുള്ള പിരമിഡ് നോക്കാം. ഇതേ ഫിഗർ തന്നെ ചെറിയൊരു മാറ്റം മാത്രം. അതാണ്ട് ഇങ്ങനെ തന്നെ വരും.
പിരമിഡ് അല്ലേ? പിരമിഡ് എന്ന് പറയുമ്പോൾ മേളിൽ ദാണ്ട് ഇങ്ങനെ കോണാകൃതിയിലുള്ള ഇങ്ങനത്തുള്ള സംഭവം. അതുകൊണ്ട് ഇവനെ പറയുന്ന പേരാണ്, ഈ രൂപത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? ചതുരാകൃതിയിലുള്ള പിരമിഡ്. പക്ഷെ അടിഭാഗം ചതുരമാണ്, എന്നാൽ മേൽഭാഗം ചതുരമാണോ? ഒരു കൂർത്തിരിക്കുന്ന പോലെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ അതാണ് അവിടുത്തെ. ഇനി അടുത്ത ചതുരാകൃതിയിലുള്ള പ്രിസം. പ്രിസം എന്ന് പറഞ്ഞാലും ക്യൂബോയിഡ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേപോലെയൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. നീളവും വീതി ഉയരമൊക്കെ കാണും. അതാണ്ട് ഇതാണ് ഫിഗർ, ഇത് തന്നെയാണ് ഫിഗർ. നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നോക്കിക്കേ, ഇതിന്റെ അടിഭാഗവും ഇതിന്റെ അടിഭാഗവും ഒരേപോലെ, ഇതിന്റെ അടിഭാഗവും ഇതിന്റെ അടിഭാഗവും ഒരേപോലെ, ഇതിന്റെ അടിഭാഗവും ഇതിന്റെ അടിഭാഗവും ഒരേപോലെ. എന്നാൽ ഇവിടെ ഇതിന്റെ അടിഭാഗവും ഇതിന്റെ മേൽഭാഗവും ഒരേപോലെ ആണോ? അല്ല. അപ്പൊ അവിടുത്തെ പ്രത്യേകത ചതുരാകൃതിയിലുള്ള പിരമിഡ് മാത്രമാണ് അവിടെ എന്ത്? ഒറ്റയാൻ. ബാക്കി എല്ലാത്തിൻ്റെയും ബേസും ഹൈറ്റും ബേസും മേൽഭാഗവും ഒരേപോലെ അല്ലേ? അപ്പൊ ഒറ്റയാൻ നിങ്ങൾ തോന്നുന്നത് ഏതാ? ചതുരാകൃതിയിലുള്ള പിരമിഡ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചതുരാകൃതിയിലുള്ള പിരമിഡ്. നമ്മുടെ ചോദ്യം നോക്കിക്കേ, അഭി കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നിൽക്കുന്നത്. അവൻ 45 ഡിഗ്രി ഘടികാര ദിശയിലും 180 ഡിഗ്രി എതിർ ഘടികാര ദിശയിലും 90 ഡിഗ്രി ഘടികാര ദിശയിലും സഞ്ചരിക്കുന്നു. എങ്കിൽ അവൻ ഇപ്പോൾ ഏത് ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ഇത്തരം ചോദ്യം വരുമ്പോഴുള്ള പ്രത്യേകം നോക്കാം. ഡയറക്ഷൻ്റെ ഏറ്റവും മേളിൽ വടക്കാണ്, ഏറ്റവും താഴെ തെക്കാണ്. ഇവിടെ പടിഞ്ഞാറാണ്, ഇവിടെ കിഴക്കാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ആംഗിളിൻ്റെയൊക്കെ പ്രത്യേകതയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഇത് 90 ഇതും 90 ഇതും 90 ഇതും 90. അതിൻ്റെ പകുതി എടുത്താൽ പോരെ 45 കിട്ടാൻ. അപ്പോൾ ഓരോ ഭാഗം 90ൻ്റെ പകുതി 45, ഇത് 45, ഇത് 45. ഇതിനെ മുറിക്കുകയാണെങ്കിൽ ഇത് 45, ഇത് 45. ഇതിനെ മുറിക്കുകയാണെങ്കിൽ ഇത് 45, ഇത് 40. ഇതിനെ മുറിക്കുകയാണെങ്കിൽ ഇത് 45, ഇത് 45. ഇനി നമ്മുടെ ചോദ്യം ഫിഗറിൽ നിന്ന് നമുക്കൊന്ന് ചെയ്യാം. ഞാൻ താണ്ടെ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുക. ബോർഡിൽ ശ്രദ്ധിക്കും നിങ്ങൾ. താണ്ടെ ഇത് വടക്ക് വശം, ഇത് തെക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്ക്. എല്ലാവർക്കും അറിയാവുന്നേ. ഇപ്പൊ അഭി എങ്ങോട്ട് നോക്കുന്നു? കിഴക്കോട്ട് നോക്കുന്നു. അപ്പൊ അവൻ ഇങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത്, ഈ ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്. സംശയമൊന്നുമില്ലേ? ഇനി എന്ത് ചെയ്തു? 45 ഡിഗ്രി ഘടികാര ദിശയിൽ സഞ്ചരിച്ചു. ഘടികാരം എന്ന് പറയുമ്പോൾ വലത്തോട്ട് 45 ഡിഗ്രി സഞ്ചരിച്ചു. ഘടികാര ദിശയിൽ 45. ഇത് മേപ്പോട്ട് പോകുമ്പോൾ ഇടത്തോട്ട. ഘടികാരം ഇങ്ങോട്ട്, ക്ലോക്കിലെ സൂചി ഇങ്ങോട്ടല്ലേ പോകുന്നത്, ഇങ്ങോട്ട് വരുന്നു. മേപ്പോട്ടാണെങ്കിൽ ഇടത്തോട്ട. ഘടികാരം എന്ന് പറയുമ്പോൾ വലത്തോട്ട് സഞ്ചരിക്കുന്നു. അപ്പൊ താപ്പോട്ട് 45 ഡിഗ്രി സഞ്ചരിക്കുന്നു. ഇത് മൊത്തത്തിൽ 90. അതിന്റെ പകുതി പോരെ 45. അപ്പൊ ഇപ്പൊ ഇവൻ ഇങ്ങോട്ടാണ്, ഇവിടം വരെയാണ് വന്നു നിന്ന്. ഇവിടം വരെ എത്ര കിട്ടി? 45 കിട്ടി. ഇനി അവൻ എന്ത് ചെയ്തു? 180 ഡിഗ്രി എതിർ ഘടികാര ദിശയിൽ സഞ്ചരിച്ചു. ഘടികാരമാണെങ്കിൽ ഇങ്ങോട്ട് പോകണമായിരുന്നു, എതിർ ഘടികാരം ഇപ്പൊ ഇങ്ങോട്ടാണ് സഞ്ചരിച്ച്. ഇനി അവൻ എതിർ ഘടികാരം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സഞ്ചരിക്കണം. എത്ര ഡിഗ്രിയാ? 180. ചിന്തിച്ചിട്ട് പറ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 45 ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 90 ഉണ്ട്. 90ഉം 45, 90ഉം 45, 135 ആയി. ഇനി ഒരു 45 കൂടെ പോരെ. ആ ഒരു 45 ഇങ്ങോട്ട് ഇവിടം വരെയാണ്. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് 180. 180 ഡിഗ്രി. ഇവിടെ നിന്ന് ഇങ്ങോട്ടാ വന്നേ. കാരണം എതിർ ഘടികാരോ, ആന്റി ക്ലോക്ക് വൈസാ. ഇങ്ങോട്ട് വലത്തോട്ടാ, ഇങ്ങോട്ട് ഇടത്തോട്ട്. 180 കിട്ടി. മനസ്സിലായോ? ഇങ്ങോട്ട് 45, വീണ്ടും ഇങ്ങോട്ട് 90, 45, 135, വീണ്ടും ഒരു 45 കൂടെ. ക്ലിയർ ആണോ? ഇനി ഇപ്പൊ ഇവിടാണേ വന്നിരിക്കുന്നേ അവൻ. ഇനി എന്ത് ചെയ്തു? വീണ്ടും അവൻ 90 ഡിഗ്രി ഘടികാര ദിശയിൽ സഞ്ചരിച്ചു. 90 ഘടികാരം വരണം. നോക്കിക്കേ, ഇങ്ങോട്ട് 45. ഘടികാരം എന്ന് പറയുമ്പോൾ വലത്തോട്ടല്ലേ, ഇങ്ങോട്ട് 45 ഉണ്ട്. വീണ്ടും ഒരു 45 കൂടെ അല്ലേ വേണ്ടേ? 45 എടുക്കാൻ ഇങ്ങോട്ട് എടുത്തു. ഈ ഒരു 45 എടുത്തു. ഇപ്പൊ ഇവിടെ അല്ലേ വന്നിരിക്കുന്നത്. ഇവനും ഇവനും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഈ ദിശ ഏതാ? വടക്ക് കിഴക്ക്. ക്വസ്റ്റ്യന്റെ ആൻസർ വടക്ക് കിഴക്ക്. ഒന്നുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. വരച്ചൊന്നുകൂടെ കാണിക്കാം. ശ്രദ്ധിക്കണേ, സംശയം വരും. നോക്ക്, ഒന്നുകൂടെ നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഏറ്റവും മേളിൽ വടക്കാണ്, താഴെ തെക്കാണ്. ഇത് കിഴക്കാണ്, ഇത് പടിഞ്ഞാറാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇനി എന്തോ പറഞ്ഞേക്കുന്നത്? അഭി കിഴക്കോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്. കിഴക്ക് വശം ഇങ്ങോട്ട് തിരിഞ്ഞാ നിൽക്കുന്നത്. അവൻ 45 ഡിഗ്രി ഘടികാരം ക്ലോക്ക് വൈസ് വലത്തോട്ട്. അപ്പൊ ഇവിടെ നിങ്ങോട്ട് താഴോട്ട് എത്ര ഡിഗ്രി? 45 എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതി. ആരോ മാർക്ക് കൊടുത്തു. എത്ര ഡിഗ്രിയാ? 45 ഡിഗ്രി അടയാളപ്പെടുത്തി. ഇനി അവൻ എതിർ ഘടികാര ദിശയിൽ ഓപ്പോസിറ്റ്, ഇപ്പൊ വന്നതിന് ഓപ്പോസിറ്റോട്ട് എത്ര പോകണം? 180 പോകണം. അടയാളപ്പെടുത്ത്. ഇങ്ങോട്ട് 45, ഇങ്ങോട്ട് ഒരു 90, 90, 45, 135 ആയി. പിന്നെ ഒരു 45 കൂടെ വേണ്ടേ? എങ്കിലല്ലേ 130 ആവത്തുള്ളൂ, 180 ആവത്തുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെയാണ് 180 വന്നേ. ഇവിടുന്ന് ഇവിടം വരെ 180. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്.
ഇനി അവൻ 90 ഡിഗ്രി ഘടികാര ദിശയിൽ, ഘടികാരം ഇങ്ങോട്ട് 45, ഇനി ഒരു 45 കൂടെ വേണ്ട 90 ആവാൻ. അപ്പൊ താണ്ടെ ഈ ഒരു 45 ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ 90 ഡിഗ്രി ആയി. ഇതിനും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ വടക്കിനും കിഴക്കിനും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ ഏതാ? വടക്ക് കിഴക്ക് ദിശ. അവൻ ഇപ്പൊ നോക്കി നിൽക്കുന്ന ഏത് ദിശയില? വടക്ക് കിഴക്ക്. ക്വസ്റ്റ്യന്റെ ആൻസർ വടക്ക് കിഴക്ക്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ നോക്കിയേ. 5, 19, 80 എക്സെട്ര ആ ശ്രേണിയിലെ തൊട്ടടുത്ത പദം ഏതെന്നാ ചോദ്യം. 5 19 80 ആ 80 ഇനി എത്ര ആകും എന്നാണ് നമ്മുടെ ചോദ്യം. നോക്കാം. 5നെ 19 ആക്കാൻ അവിടെ വേറൊരു ലോജിക്ക് നോക്കിക്കോണേ. 5 19 ആകാൻ 5 × 3 + 4, 5 × 3 അതിന്റെ കൂടെ 4 കൂടെ കൂട്ടി 5 × 3 15, 15 4 കൂടെ കൂട്ടുമ്പോഴാണ് 19 കിട്ടുന്നത്. ഈ 19 ഇനി എത്രയായി? 80 ആയി. 19 80 ആണെന്ന് പറഞ്ഞാൽ 19 × 4 + 4. നോക്കിക്കേ, 19 × 4 76 ആണ്. ആ 76ന്റെ കൂടെ 4 കൂടെ കൂട്ടി 19 4 76, 76 4 ആണ് 80. ഇവിടെ ആദ്യമേ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു. ഇനി നിങ്ങൾ പറ എത്ര കൊണ്ടായിരിക്കും ഗുണിക്കണ്ടേ? ആദ്യമേ 3 കൊണ്ട് ഗുണിച്ചു, പിന്നെ 4 കൊണ്ട് ഗുണിച്ചു, ഇനി എത്ര ആയിരിക്കും? 5 കൊണ്ടല്ലേ. അപ്പൊ ഈ കിടക്കുന്നവനെ 5 കൊണ്ട് ഗുണിക്കുന്നു. 80 × 5 + 4, 80 × 5 400 ആണ്. 400 4 കൂടെ ചേർത്തു, 400 4 കൂടെ ചേർത്താൽ ആൻസർ 404. ക്വസ്റ്റ്യന്റെ ആൻസർ 404 എന്ന് വരും. 80 × 5 + 4. ക്ലിയർ ആയോ? ആൻസർ 404. 400 + 4 404. ഇവിടെ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള അടുത്ത ചോദ്യം നോക്കുകയെ. പെർമ്യൂട്ടേഷനെ കോഡ് ചെയ്തിരിക്കുന്നു RGPQW VY RKQ LQ എന്നൊക്കെ. കോമ്പിനേഷനെ എങ്ങനെ കോഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ചോദ്യം. ഒന്നുമില്ല, നമുക്ക് നോക്കാം. പ്രത്യേകത P എന്ന് പറയുന്നത് R ആയി, PR ആയി. നോക്കിക്കേ, PQR 2 ലെറ്റർ കൂടെ കൂടിയതല്ലേ. അപ്പോൾ ഇവിടെ 2 ലെറ്റർ കൂടുക, 2 കൂടുക. അടുത്ത E എന്ന് പറയുന്നത് G ആയി, E കഴിഞ്ഞിട്ട് EFG 2 ലെറ്റർ കൂടെ കൂടിയതല്ലേ. ഇവിടെ 2 കൂടുക. R എന്ന് പറയുന്നത് P ആയി, RP ആവെന്ന് പറഞ്ഞാൽ നോക്കിയേ 2 ലെറ്റർ പുറകിലോട്ടല്ലേ വന്നേക്കുന്നത്. 1 2 ലെറ്റർ പുറകിലോട്ടാണ് വന്നിട്ട്, അപ്പോൾ -2 ആ. ഇനി അടുത്ത M എന്ന് പറയുന്നത് K ആയി, MK ആയി. M എന്ന് പറയുന്നത് K ആയി, 2 ലെറ്റർ പുറകിലോട്ടല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ -2 ആ. അപ്പോൾ ആദ്യത്തെ 2 കൂടി, പിന്നീട് 2 കുറഞ്ഞു. അതേപോലെ ആയിരിക്കും ഇനി അങ്ങോട്ടും പോകുന്നത്. നോക്കിക്കേ, അടുത്തത് U എന്ന് പറയുന്നത് എന്തായി? W ആയി, UW ആയി. 1 1 2 ലെറ്റർ കൂടി. അടുത്തത് അതേ കണക്ക് തന്നെ TV ആയി എന്ന് പറയുമ്പോൾ 2 ലെറ്റർ കൂടി. അപ്പോൾ 2 കൂടി 2 കൂടി, 2 കുറഞ്ഞു 2 കുറഞ്ഞു, 2 കൂടി 2 കൂടി, 2 കുറഞ്ഞു 2 കുറഞ്ഞു, അങ്ങനെ ആയിരിക്കത്തില്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വരാം, നമ്മുടെ ആൻസറിലേക്ക് വരാം. നോക്കിക്കേ, C ആദ്യമേ 2 കൂടിയതല്ലേ. അപ്പോൾ സിയുടെ കൂടെ 2 ലെറ്റർ കൂടെ കൂടണം. C കഴിഞ്ഞ് 2 ലെറ്റർ. നോക്ക്, C കഴിഞ്ഞ് 2 ലെറ്റർ കൂടുമ്പോൾ 1 2 E അല്ലേ വരണ്ടേ? E. ഓപ്ഷൻ നോക്കിക്കേ, ഫസ്റ്റ് ഓപ്ഷൻ ഡിയിലാണ് കിടക്കുന്നത്, ഇവിടെയും ഡിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും പോയി, അവിടെ തന്നെ 2 ഓപ്ഷൻ കളഞ്ഞു. ഇനി അടുത്തേ നോക്കാം. പിന്നെ 2 കൂടുകയല്ലേ ചെയ്തേക്കുന്നത്. അപ്പോൾ O കഴിഞ്ഞ് 2 ലെറ്റർ കൂടണം. നോക്ക്, PQ. അപ്പൊ അടുത്തത് Q തന്നെ, ഇവിടെയും Q തന്നെയാണ് കിടക്കുന്നത്. അടുത്തത് ഇനി M 2 ലെറ്റർ പുറകിൽ കുറയണം, 2 ലെറ്റർ പുറകിലോട്ട് വരണം. എമ്മിന് 2 ലെറ്റർ മുമ്പോട്ട് വരണം. 1 2 K ആണ് കിടക്കുന്നത്, അത് തന്നെയാണ് 2 K തന്നെയാണ് 2. അടുത്ത ഇനി ബിയിൽ നിന്ന് 2 ലെറ്റർ പുറകിലോട്ട് വരണം. ആദ്യമേ 2 കൂടി, പിന്നെ 2 കൂടി, പിന്നെ 2 കുറഞ്ഞു, ഇനി അടുത്ത 2 കുറയണം. ബിയിൽ നിന്ന് 2 ലെറ്റർ പുറകിലോട്ട് പോവാ. ബിയിൽ നിന്ന് 2 ലെറ്റർ പുറകിലോട്ട് വരുമ്പോൾ 1 2 Z അല്ലേ വരണ്ടേ. അപ്പോൾ Z എഴുതി. A 1 ലെറ്റർ, വീണ്ടും 1 ലെറ്റർ പുറകിലോട്ട് വരുമ്പോൾ Z ആ. ഓക്കെ ആയോ? 2 ലെറ്റർ കുറഞ്ഞു, 2 Z തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത് നോക്കുന്നു, B കഴിഞ്ഞല്ലോ. ഇനി I 2 കൂടി 2 കൂടി, 2 കുറഞ്ഞു 2 കുറഞ്ഞു, ഇനി അടുത്ത 2 കൂടണ്ടേ. ഐയുടെ കൂടെ 2 കൂടെ കൂടണം. I കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ നോക്ക്, JK. I കഴിഞ്ഞ് രണ്ടാമത്തെ ലെറ്റർ K ആ വരുന്നത്. K Z കഴിഞ്ഞ് K ഉള്ളത് താണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കുന്ന P ആ. അപ്പോൾ ഇതും കളയാം, ഓപ്ഷൻ സിയും കളഞ്ഞു, പിന്നുള്ളത് ഓപ്ഷൻ ബി മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് എന്തെന്ന് കറുപ്പിക്കാം? ബി എന്ന് കറുപ്പിക്കാം. ആൻസർ ഓപ്ഷൻ ബി. ബാക്കി ഇനി ചെയ്ത് നോക്കേണ്ട കാര്യമില്ലല്ലോ, ഓപ്ഷനകത്ത് ഇനി ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ അതങ്ങ് എടുത്താൽ പോരെ. കാര്യം മനസ്സിലായോ? ആദ്യമേ +2, പിന്നെയും +2, പിന്നെ -2, പിന്നെയും -2, പിന്നെ +2, പിന്നെയും +2, പിന്നെ -2, പിന്നെ -2, അങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്നു. നമ്മൾ അടുത്ത ചോദ്യം നോക്കിയേ. 2022 ഫെബ്രുവരി 1 ചൊവ്വാഴ്ചയാണെങ്കിൽ അതേ വർഷം നവംബർ 14 ഏത് ദിവസമാണെന്ന് ചോദ്യം. പ്രോപ്പർ രീതി ചെയ്യാം, ഷോർട്ട് കട്ട് വേണമെങ്കിൽ ചെയ്യാം. പ്രോപ്പർ രീതിയാണെങ്കിൽ നമുക്ക് നോക്കാം. ഫെബ്രുവരി 1 നമുക്ക് തന്നിരിക്കുന്നത്.
ഫെബ്രുവരിയിൽ 2022 സാധാ വർഷമല്ലേ, ഫെബ്രുവരിയിൽ അപ്പോൾ 28 ദിവസമേ ഉള്ളൂ. അതിനകത്ത് 1-ാം തീയതി നമുക്ക് തന്നില്ലേ, അപ്പോൾ 28-ൽ നിന്ന് ആ തരുന്ന ഞങ്ങൾ കുറച്ചു. ഒന്ന് കുറയ്ക്കുമ്പം ഫെബ്രുവരിയിൽ ബാക്കി ഇനി എത്ര ദിവസം? 27 ദിവസമേ ഉള്ളൂ. കാരണം 1-ാം തീയതി ഇവിടെ തന്നു ചൊവ്വാഴ്ചയാണെന്ന്. ആകെ 28 ദിവസം ഉണ്ടായതുകൊണ്ട് 28-ൽ നിന്ന് ആ ഒന്ന് കുറച്ചു 27. ഫെബ്രുവരി കഴിയുമ്പോൾ മാർച്ചിലാകെ 31 ദിവസം. മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലാകെ 30 ദിവസം. ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്യിലാകെ 31 ദിവസം. മെയ് കഴിഞ്ഞാൽ ജൂണിലാകെ 30 ദിവസം. ജൂൺ കഴിഞ്ഞാൽ ജൂലൈയിലാകെ 31 ദിവസം. ജൂലൈ കഴിഞ്ഞാൽ ഓഗസ്റ്റ്, അടുപ്പിച്ച് 31 വരെ രണ്ടെണ്ണമാണ്. ജൂലൈയും ഓഗസ്റ്റും മാറിപ്പോലെ ജൂലൈയിലും ഓഗസ്റ്റിലും 31 തന്നെ കാണും. ജൂലൈയിലും 31 ദിവസം, ഓഗസ്റ്റിലും 31 ദിവസം. ഓഗസ്റ്റ് കഴിഞ്ഞാൽ സെപ്റ്റംബറിൽ 30 ദിവസം. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബറിൽ 31 ദിവസം. ഒക്ടോബർ കഴിഞ്ഞാൽ നവംബർ എത്ര വരെ മതി നമുക്ക്? 14 വരെ പോരെ. അപ്പോൾ ആ 14 എടുത്തു. എടാ ഇവിടെ എങ്ങനെ 27 വന്നേ? സാധാ വർഷമാണ്, ഫെബ്രുവരി 28 ഉള്ളൂ. അതിനകത്ത് 1-ാം തീയതി തന്നുകൊണ്ട് 28-ൽ നിന്ന് ഒന്ന് കുറച്ചു 27. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31, സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 14. എന്താ 14 ദിവസം വരെ വേണം. ഇതെല്ലാം കൂടെ നിങ്ങൾ അങ്ങ് കൂട്ടി 7 കൊണ്ട് ഹരിക്കുന്നു. ഇവന്മാരെ എല്ലാം കൂടെ അങ്ങ് കൂട്ടി 7 കൊണ്ട് ഹരിക്കുന്നു. കൂട്ടാൻ നമുക്കൊന്ന് 7 1 8, 8 1 9, 9 1 10, 10 1 11, 11 1 12, 12 4 16. ശിഷ്ടം 1. 2 1 3, 3 3 6, 6 3 9, 9 3 12, 12 3 15, 15 3 18, 3 21, 21 3 24, 24 3 27, 1 28. കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 286. ആ 286-നെ നിങ്ങൾ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 7 കൊണ്ട് ഹരിച്ചാൽ മാത്രം മതി. നോക്കാം, 4 7 28, ബാക്കി 6 0. പോയിന്റ് ഒന്നും വേണ്ട, ശിഷ്ടം മാത്രം മതി നമുക്ക് അവിടെ. ശിഷ്ടം എത്ര കിട്ടി? 6 കിട്ടിയില്ലേ? ഈ ചൊവ്വയുടെ കൂടെ എത്രയോടെ കൂട്ടിയാൽ മതി? 6 കൂട്ടുന്നു. ചൊവ്വയുടെ കൂടെ 6 കൂട്ടുന്നു. 6 കൂട്ടുന്നതിന് പകരം 1 കുറച്ചാലും മതി. വേണ്ട, നിങ്ങൾ 6 കൂട്ടി വെക്ക്. ചൊവ്വ കഴിഞ്ഞ 6 ദിവസം കൂട്ടിക്കോ. എന്തുവാ? ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ. ക്വസ്റ്റ്യന്റെ ആൻസർ തിങ്കളാഴ്ച. 2022 നവംബർ 14 അവിടെ ഏത് ദിവസമായിരിക്കും? തിങ്കളായിരിക്കും. അവർ തന്നിരിക്കുന്ന കണക്കനുസരിച്ച് തിങ്കളാഴ്ചയായിരിക്കും. ഇതിന്റെ ഷോർട്ട് കട്ട് കൂടെ നമുക്കൊന്ന് നോക്കാം. എടാ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? മാസ് എൻ ജെ ഡി. മാർച്ചിലെ, നവംബറിലെ, ഏപ്രിലെ, ജൂലൈയിലെയും, സെപ്റ്റംബറിലെ, ഡിസംബറിലെയും കോഡ് ചെയ്താൽ മതി. ഒരേ വർഷത്തിലെ മാർച്ച് മാസത്തിലെയും നവംബർ മാസത്തിലെയും തീയതികൾ ഒരേപോലെ, ഏപ്രിലെയും ജൂലൈയിലെയും ഒരേപോലെ, സെപ്റ്റംബറിലെയും ഡിസംബറിലെയും ഒരേപോലെ. കഴിഞ്ഞ ദിവസം പഠിച്ചതാണോ? അപ്പോൾ അത് വെച്ച് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്ക്. ഇവിടെ ഫെബ്രുവരി 1 ഏതാണെന്നാ പറഞ്ഞേക്കുന്നത്? ചൊവ്വ. നമുക്ക് മാർച്ചിലേക്ക് വരാം. നവംബർ 14 അല്ലേ? മാർച്ചും നവംബറും ഒരേപോലെ അല്ലേ? അപ്പൊ മാർച്ച് 14 ഒന്ന് കണ്ടുപിടിച്ചാൽ നവംബർ 14 കിട്ടത്തില്ലേ? 2022 ഞാനൊന്ന് എഴുതുവാണ്. ഫെബ്രുവരി 1-ാം തീയതി ഏതെന്നാ പറഞ്ഞേക്കുന്നത്? ചൊവ്വ എന്നാ പറഞ്ഞേക്കുന്നത്. 1 ചൊവ്വയാണെങ്കിൽ 7 കൂട്ടി 8 എന്ത് തന്നെയായിരിക്കും? ചൊവ്വ. 7 കൂട്ടി 15 എന്ത് തന്നെയായിരിക്കും? ചൊവ്വ. 15-ന്റെ കൂടെ 7 ചേർത്ത് 22 എന്ത് തന്നെയായിരിക്കും? ചൊവ്വ തന്നെയായിരിക്കും. 22-ന്റെ കൂടെ 7 ചേർത്ത് 29 എന്ത് തന്നെയായിരിക്കും? ചൊവ്വ. പക്ഷേ 28 ഉള്ളൂ ഫെബ്രുവരി. 29 എന്ന് പറയുമ്പോൾ മാർച്ച് 1 അല്ലേ? മാർച്ച് 1 എന്തായിരിക്കും? ചൊവ്വ. 1-ാം തീയതി ചൊവ്വയായി. വീണ്ടും 7 കൂടി 8 ചൊവ്വ. മാർച്ച് 8 ചൊവ്വ. 8 7 ചേർത്ത് 15 എന്ത് കിട്ടി? ചൊവ്വ. എടാ, മാർച്ച് 15-ാം തീയതി ചൊവ്വയെന്ന് കിട്ടി. നമുക്ക് വേണ്ടുന്ന ഏതാ? മാർച്ച് 14. അപ്പൊ മാർച്ച് 15 ചൊവ്വയാണെങ്കിൽ മാർച്ച് 14 എന്തുമായിരിക്കും? തിങ്കളായിരിക്കും. തൊട്ട് മുമ്പലത്തെ ദിവസമല്ലേ? 15 ചൊവ്വയാണ്. അപ്പൊ 14 തിങ്കൾ. 2022 മാർച്ച് 14 എന്തെന്ന് കിട്ടി? തിങ്കളെന്ന് കിട്ടി. കോഡ് മാസ് എൻ ജെ ഡി. മാർച്ചിലെയും നവംബറിലെയും. എടാ, നവംബർ 14 മാർച്ച് 14 തിങ്കളാണെങ്കിൽ നവംബർ 14 എന്ത് തന്നെയായിരിക്കും? തിങ്കൾ തന്നെയായിരിക്കും. ക്വസ്റ്റ്യന്റെ ആൻസർ തിങ്കൾ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇത് പ്രോപ്പർ മെത്തേഡ്. കാര്യം മനസ്സിലായോ? നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.